ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് 18-ാം തീയതി നമ്മുടെ വണക്കത്തിന്റെ 18-ാമത്തെ ദിവസമാണ്. നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവര്, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവര്, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ എല്ലാ രോഗികളെയും ഇന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ രോഗാവസ്ഥകളെയും ഈ നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുക. ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങൾക്ക് സൗഖ്യം വേണ്ടത്, ആ മേഖലകളൊക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ നമ്മെ സൗഖ്യപ്പെടുത്തും. വിശുദ്ധ പാതിരോ പിയോ ഇങ്ങനെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഏത് അവസ്ഥയിലും ഏത് രോഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ നമ്മെ സൗഖ്യപ്പെടുത്തും. തിരുസഭ പരിശുദ്ധ അമ്മയെ കാണുന്നത് രോഗികളുടെ സങ്കേതമാണ്. ഈ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ സൗഖ്യപ്പെടുത്തും. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു അസുഖം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന്, ഒരു അസുഖം വന്നിട്ട് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി കൊടുത്തെന്ന് വിചാരിച്ചു. റിസൾട്ട് വരുവാനായിട്ട് കാത്തിരിക്കുമ്പോൾ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ രോഗസൗഖ്യം ലഭിക്കുന്ന ഒരു ഇടമാണ് ലൂർദ്. ആ ലൂർദിൽ നടന്ന ഒരു സൗഖ്യത്തിന്റെ സാക്ഷ്യം ഇങ്ങനെയാണ്. ഒരു കൊച്ചുബാലൻ, അവന്റെ ഇരു കാലുകളും തളർന്നിരിക്കുകയാണ്. അവന്റെ മാതാപിതാക്കന്മാരും അവനും വലിയ വിശ്വാസത്തോടു കൂടിയാണ് ലൂർദിൽ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. അവിടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ ദിവ്യബലിയുണ്ട്. ദിവ്യബലി കഴിഞ്ഞിട്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണമുണ്ട്. ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണ സമയത്താണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. അപ്പോൾ വൈദികൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ട് ഇവന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഇവനും ഇവന്റെ മാതാപിതാക്കന്മാരും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇവന് ആദ്യത്തെ ദിവസം സൗഖ്യം ലഭിക്കുന്നില്ല. രണ്ടാമത്തെ ദിവസവും ഇവര് ആ സ്ഥലത്ത് തന്നെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു പോകുമ്പോൾ ഈ മകനും കുടുംബവും കൂടെ പ്രാർത്ഥിക്കുകയാണ്. അന്നും ഇവന് സൗഖ്യം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഇവന്റെ കൂടെ നിന്ന പലർക്കും അന്ന് സൗഖ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, വളരെ ദുഃഖത്തോടു കൂടി ആ മകനും കുടുംബവും അവിടെ നിന്ന് പോവുകയാണ്. മൂന്നാമത്തെ ദിവസവും ഇവര് വീണ്ടും പ്രത്യാശയോടുകൂടി വിശ്വാസത്തോടുകൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാവശ്യം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു കൊണ്ടുപോയപ്പോൾ ആ മകനൊന്നും പ്രാർത്ഥിക്കുന്നില്ല. മറിച്ച് പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടയിലേക്ക് നോക്കിയിട്ട്, പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ആ മകൻ പറഞ്ഞത് ഇപ്രകാരമാണ്: അമ്മേ, ഇന്ന് നീ എനിക്ക് സൗഖ്യം തന്നില്ലെങ്കിൽ ഞാൻ ഈ കാര്യം നിന്റെ മകനോട് പറഞ്ഞു കൊടുക്കും. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആള് എഴുതി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: അവന്റെ ഉച്ചത്തിലുള്ള ആ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവന് സൗഖ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സങ്കേതമാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, നിരാശകൾ കടന്നു വരുമ്പോൾ പേടിക്കേണ്ട. ഈ പരിശുദ്ധ അമ്മ നമ്മെ സൗഖ്യപ്പെടുത്തും, ശക്തിപ്പെടുത്തും. അതാണ് ഈ അമ്മയിലുള്ള നമ്മുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നാട്ടിലും ഇന്നും ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇടമാണ് കൃപാസനം. അവിടെ നിരവധി ആളുകൾ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ലൂർദ് നാഥയുടെ മധ്യസ്ഥതയിലുള്ള ഒരു പള്ളിയാണ് വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളി. അവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ശനിയാഴ്ച എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നത്. അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ രോഗികൾ സൗഖ്യപ്പെടുന്നതായിട്ട്
ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ എന്തുകൊണ്ട് ഇത്രമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നു? കാരണം പരിശുദ്ധ അമ്മ യേശുവിന്റെ അമ്മയാണ്. ആ അമ്മ അപേക്ഷിച്ച ഒരു കാര്യവും ആ മകന് നിരസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആ കുഞ്ഞ് പ്രകാരം പറഞ്ഞത്, അമ്മേ, ഇന്ന് എനിക്ക് നീ സൗഖ്യം തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ മകനോട് പറഞ്ഞു കൊടുക്കും. അത്രയേറെ വിശ്വാസത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെയും എല്ലാ വേദനകളെയും പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആരൊക്കെയാണോ രോഗികളായി കഴിയുന്നത്, നിങ്ങളുടെ അറിവില് ആരൊക്കെയാണോ രോഗികളായി കഴിയുന്നത്, അവരെയൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ നിമിഷം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ അവരെ പരിശുദ്ധ അമ്മ എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് ഇന്നത്തെ വടക്കമാസത്തിന്റെ പ്രാർത്ഥന നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലാം. പരിശുദ്ധ കന്യകെ, അങ്ങേ വിരക്ത ഭർത്താവായ യൗസേപ്പിനോടുകൂടി ബെത്ലഹേമിൽ ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ. എങ്കിലും അവിടുന്ന് ദൈവത്തിരുമനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു. പ്രിയ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും വിഷമതകളും പ്രതിസന്ധികളും അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് തരണം ചെയ്യുവാനായിട്ടുള്ള കൃപ തരണമേ. ആധുനിക ലോകം അവിടുത്തെ ദിവ്യകുമാരനെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ. പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുക്കുമാരന് പ്രവേശം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ. അങ്ങേ ദിവ്യസുതനും ഞങ്ങളിൽ ഭരണം നടത്തണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മ എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുഹൃത ജപമായിട്ട് നമുക്ക് ഏറ്റുചൊല്ലാം. രോഗികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മ എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തണമേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ഇന്ന് മുഴുവനും ഉണ്ടാകട്ടെ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.